ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധിയുടെ കൈയും പിടിച്ച് നമ്മുടെ സുധിയും സുധീഷും സുഭാഷും നികേഷും ഒക്കെ അവിടെ നിന്ന് പുറപ്പെടുകയാണ്. അപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ട് നേരെ ആ ഗുണ്ടയിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ചെല്ലുക. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആരാണ് നിധി നിന്നെ അഞ്ജലി എന്ന് വിളിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും നിധി കൈ ചൂണ്ടി കാണിച്ചു കൊടുക്കുകയാണ്. അവനാണ് എന്നെ വിളിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് കൈ ചൂണ്ടി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്കും ഇവനാണെങ്കിൽ അതെ ഞാൻ തന്നെയാടാ, പിന്നെ 5 ആണുങ്ങളുടെ കൂടെ താമസിക്കുന്ന ഇവളെ പിന്നെ അഞ്ജലി എന്നല്ലാതെ പിന്നെ എന്താടാ വിളിക്കേണ്ടത്? 5 ആണുങ്ങളുടെ കൈകാര്യം ചെയ്യുന്ന ഇത് കേട്ട ഉടനെ തന്നെ സുധീഷിനങ്ങോട്ട് കാലി വരികയാണ്. നിനക്ക് അത്രയ്ക്കും ധൈര്യം ആയാടാ എന്നും ചോദിച്ചുകൊണ്ട് കൈയും ചുരുട്ടി പിടിച്ച് നേരെ ആ അഖിലിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പടക്കെന്ന് പറഞ്ഞ ഒറ്റ അടിയാണ്. ആ അടിയുടെ ആഘാതത്തിൽ തന്നെ ഈ അഖില് തെറിച്ച് പോയതാ കിടക്കുന്ന അവിടെ. പിന്നെ അവിടെ തുടങ്ങി അടി ഇടി പിടിയൊക്കെ. അതിനുശേഷം വിളിക്കോടാ, ഇനിയും വിളിക്കും. ഏതായാലും 5 ആണുങ്ങൾ താമസിക്കുന്ന വീട്ടിൽ കൊണ്ട് ഇവിടെ താമസിച്ച് വെച്ചിരിപ്പിക്കല്ലേ. നിങ്ങൾക്കൊക്കെ നല്ല സുഖമായിരിക്കും. ഇതൊക്കെ കേട്ട് ഒരു ഡബിൾ മീനിങ് ഇതിൽ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുഭാഷിനും ദേഷ്യം വരികയാണ്. സുഭാഷ് അവിടെ ചാടിക്കേറി ഇവൻ്റെ നെഞ്ചു നോക്കി ഒറ്റ ചവിട്ടാണ്. സുഭാഷിനും അതും സുധീഷും അതേപോലെ തന്നെ അടുത്തതേ നമ്മുടെ വരുന്നു ഹരീഷും കൂടി വരികയാണ്. ഹരീഷും കൂടി വന്നതിൻ്റെ പിന്നെ തുടങ്ങി അടിപിടി, ഭയങ്കര അടിക്കലും ഇടിക്കലും പിടിക്കലും ഒക്കെയാണ്. അപ്പോൾ ദേ അച്ഛൻ വരികയാണ് സൈക്കിളും ചവിട്ടിയിട്ട്. അപ്പം അച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതൊരു കാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എന്താ മോളെ, എന്താ പറ്റിയത്, ഇതെന്താ ഇവരെല്ലാവരും കൂടി കിടന്ന് അടികൂടി വിടുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നമ്മുടെ നിധി ഉണ്ടായ സത്യാവസ്ഥ മുഴുവനും അച്ഛനോട് പറയണം. അത് അച്ഛൻ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ പറയുക. അത് കഴിഞ്ഞപ്പോഴേക്കും ഓഹോ അത്രയ്ക്കായല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനും തുടങ്ങി അടിക്കല്. നീ വീട്ടിൽ കയറി വന്ന പെണ്ണുങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കലുള്ളടാ നാറി എന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങി അടി. അപ്പം അങ്ങനെ അടിയുടെ സമയത്ത് അടിച്ച് ഈ അഖിലിനെ ഒരു ഇഞ്ച പരുവാക്കി, അഖിലിനെ 5 പരുവാക്കിയിട്ട് നമ്മുടെ നിധിയുടെ കാൽ ചവിട്ടി കൊണ്ടുവന്ന് വിടുകയാണ്. ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും പറയടാ, മാപ്പ് പറയടാ നിധിയോട് എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ അഖില് കൈകൂപ്പി പിടിച്ച് മാപ്പ് എന്നും കൊണ്ട് പറയാ. നീതിക്ക് ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സന്തോഷം തോന്നി. അങ്ങനെ ഒരു കാര്യമേ നിധിയും പ്രതീക്ഷിച്ചുള്ളൂ. അവൻ്റെ കൈയും കാലും തല്ലി ഒടിച്ച് തന്നോട് മാപ്പ് പറയണം എന്നൊരു കാര്യമേ നിധിയും വിചാരിച്ചുള്ളൂ. ഇനി മേലാൽ ദേ ഇവളുടെ പിന്നാലെ വല്ലതും നടന്ന് അനാവശ്യം വല്ലതും പറയാൻ ഇടയായിട്ടുണ്ടെങ്കിൽ നിന്നെയൊക്കെ വെറുതെ വിടില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് ചോദിക്കുക പറഞ്ഞു വിടുകയാണ്. ഈ സമയം തന്നെ നമ്മുടെ ഇതിനെ കാണിക്കുകയാണ്, വീട് കാണിക്കുക. അപ്പോൾ വീട് കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ ഭയങ്കര സംസാരമാണ്. അപ്പോൾ ഹരീഷ് പറയുകയാണ്, ഏട്ടത്തി ഞാൻ കാരണമാണ് ഇതിനെല്ലാത്തിനും കാരണമല്ല, നീ എന്തിനാണ് ഹരീഷെ സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും എല്ലാത്തിനും കാരണം ദേ ഈ നികേഷല്ലേ, നേരത്തെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെന്ന് ആദ്യം പറഞ്ഞു, എന്നിട്ട് ഇവന് വീട്ടുകാരോട് പറഞ്ഞു. നീ എന്താണ് വീട്ടുകാരോട് പറയാതിരുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ ഈ ഏട്ടത്തി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോടൊന്നും പറയാതിരുന്നത്. വേണ്ട, അത് പറയണ്ട, അത് പിന്നെ അടി ഇടി പിടിയൊക്കെ ആവും, അതുകൊണ്ട് വീട്ടുകാരോട് പറയണ്ടായെന്ന് ഏട്ടത്തി തന്നെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറയാതിരുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇപ്പം എന്തായി, ഇപ്പം പ്രശ്നം വഷളായില്ലേ. അന്ന് തന്നെ അവന് ഇതൊന്ന് കൊടുത്തു വിട്ടിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നത്തിനൊന്നും വരില്ലായിരുന്നു, നിന്നോട് ഇങ്ങനെ അനാവശ്യമായി പെരുമാറില്ലായിരുന്നു മോളെ എന്ന് പറയാം. അപ്പോൾ ഹരീഷ് പറയാണ്, ഞാൻ നീതുവിനോട് സ്നേഹം കാണിച്ചുകൊണ്ടും നീതിനോട് സംസാരിച്ചത് കൊണ്ടാണല്ലോ ഇപ്പോൾ അവളുടെ ഏട്ടൻ വന്നിട്ട് ഏട്ടത്തിയോട് ഇങ്ങനെ അനാവശ്യമായിട്ട് സംസാരിച്ചത്. കഴിഞ്ഞപ്പോഴേക്കും അതിൽ നീ ഒരു തെറ്റുകാരനും അല്ല ഹരീഷേ, കാരണം നീ സംസാരിച്ചെന്ന് വിചാരിച്ച് അവൻ അനാവശ്യങ്ങൾ പറയാനുണ്ടോ എന്നും സുഭാഷും പറഞ്ഞുകൊണ്ട് വരികയാണ്. നീതിനോട് സംസാരിക്കും, നീതിനോട് സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയോട് സംസാരിക്കാൻ രീതിയൊന്നും അവനെ അറിയില്ല. അപ്പോൾ അവന് അതല്ല, അതിനപ്പുറവും കൊടുക്കേണ്ടി വരും. അവനൊക്കെ മഹാ തെമ്മാടിയാ, അവനെ ഇനിയെങ്കിലും പഠിക്കണം, പെൺപിള്ളേരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് അവൻ ശരിക്കും പഠിക്കണം, പഠിച്ചിട്ട് വേണം വരാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഏതായാലും എനിക്കിപ്പോൾ പേടിയൊന്നുമില്ല, അവനിട്ടൊന്ന് കൊടുക്കണം എന്ന് മാത്രമേ എൻ്റെ മനസ്സിൽ ചിന്തയുണ്ടായിരുന്നുള്ളൂ. അത് നിങ്ങളേതായാലും ചെയ്തല്ലോ, ഇനി എനിക്കൊരു പേടിയില്ല. ഇനി എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കുമെന്ന് എനിക്കറിയാമല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ പേടിക്കുന്നത് എന്നും പറയാം. അപ്പോൾ സുധീഷിൻ്റെ മുഖം മാത്രം അവിടെ തെളിഞ്ഞിട്ടില്ല. സുധീഷ് ആകെ സങ്കടപ്പെട്ടിരിക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നീതുവിനെയാണ്. അപ്പം നീതു ആണെങ്കിൽ ഒരു തമിഴ് സിനിമാ ഗാനം ഇങ്ങനെ കേട്ടുകൊണ്ട് ഈ ഹരീഷിനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് അമ്മ വന്നത് കാണുകയാണ്. അമ്മ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും
പെട്ടെന്ന് തന്നെ റിമോട്ട് എടുത്തിട്ട് ആ ടി വി ഓഫ് ആക്കുകയാണ്. ഇത് നീ എന്താണ് ഇവിടെ കാണിക്കുന്നത്? നീ ഇവിടെ ടി വിയും കണ്ടിരിക്കുകയാണോ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ എനിക്കൊരു ടി വി കാണാൻ പോലും ഇവിടെ സ്വാതന്ത്ര്യമില്ലേ, ഇതെന്തൊരു കഷ്ടമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ എന്തിനായപ്പോൾ ഇത് കാണുന്നത് എനിക്കറിയാം. നീ ഈ പ്രണയഗാനം വെച്ചിട്ട് ആരെയാണ് ആലോചിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതൊന്നും ഇവിടെ നടക്കില്ല, പോയി അടിച്ച് വാരി തൂത്ത് വൃത്തിയാക്കടി എന്ന് പറയുകയാണ് നീതുവിനോട്. ഇത് വല്ലാത്തൊരു ശല്യമായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങ് നിൽക്കുമ്പോൾ അതാ വരുന്ന സ്കൂട്ടറിൽ വന്നത് ദേ ഈ അഖിലിറങ്ങാം. അപ്പം അഖില് ആകെ അവസ്ഥപ്പെട്ട് ഇങ്ങനെ അയ്യോ എൻ്റെ പൊന്നു മോനെ എന്നും പറഞ്ഞിട്ട് ഓടി ചെല്ലുകയാണ്. അയ്യോ എടാ നിനക്ക് എന്ത് പറ്റിയടാ, ഒന്നും മിണ്ടാതെ എനിക്ക് തള്ളേ എന്ന് ഇവനും പറയുന്നുണ്ട്. അങ്ങനെ ഇവനകത്തേക്ക് കൊണ്ട് നിർത്തുകയാണ്. മോനെ നിനക്ക് എന്ത് പറ്റി, നീ ബൈക്കിൽ നിന്ന് വീണാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ ബൈക്കിൽ നിന്നൊന്നും വീണതല്ല. അപ്പം അച്ഛനും ഓടി വരികയാണ്. പിന്നെ എന്താ സംഭവിച്ചത്, നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകാം. എനിക്കൊരു ഹോസ്പിറ്റലിലും പോകണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ സംഭവിച്ചത്, എല്ലാത്തിനും കാരണം ദേ ഇവളാണ് എന്ന് നീതുവിനെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവളെന്ത് ചെയ്തെന്നാ? ഇവളുടെ മറ്റേവനില്ലേ ഹരീഷ്, അവനും അവൻ്റെ ചേട്ടനും അനിയന്മാരൊക്കെ കൂട്ടിയിട്ട് വന്നിട്ടേ എന്നെ പിടിച്ച് അടിച്ചു എന്ന് പറയണം. അവനാണ് എന്നെ തല്ല് ചതച്ചെന്ന് പറയാണ്. അവനെന്തിനാ തല്ല് ചതച്ചത്? വെറുതെ തല്ല് ചതച്ചു, ഒരു കാര്യവും ഞാനങ്ങനെ കൂടുതൽ പറഞ്ഞില്ല. എൻ്റെ പെങ്ങളുടെ പിന്നാലെ നടന്ന് ഇനി നീ ശല്യപ്പെടുത്താൻ നിൽക്കരുത് എന്നൊരു കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് പറയേണ്ട താമസം, നീ ആരാടാ ഇങ്ങനെയൊക്കെ പറയാൻ എന്നും ചോദിച്ചുകൊണ്ട് എന്നെ കിടന്ന് പട അടിച്ചു ദേ ഈ ഒരു പരിവൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവർ എന്തിനാ അടിച്ചത്, എന്താ നിങ്ങൾ വല്ല പ്രശ്നം ഉണ്ടാക്കാൻ പോയോ? കണ്ടോ അമ്മേച്ച അവൾ പറയുന്നത് കേട്ടില്ലേ, ഞാൻ അടി കൊണ്ട് ഇവിടെ അല്ലാത്ത അവസ്ഥയോടെ നിൽക്കുമ്പോൾ അവന്മാർക്ക് സപ്പോർട്ട് ചെയ്താൽ ഇവൾ സംസാരിക്കുന്നത്, ഞാൻ എന്ത് ചെയ്തുവെന്ന്. അപ്പോഴേക്കും അമ്മ പറയണം, എടി നീ കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം നീ കാരണം തന്നെയാ. നീ എന്തിനാടി അവനിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? നിന്റെ ചേട്ടനല്ലേ ഇത്, എന്നിട്ട് അവൻ ഈ ഒരു അവസ്ഥയിൽ കിടന്നിട്ട് പോലും നിനക്ക് അവന്മാരോടാണോ അടി കൂറ്? അങ്ങനെ അവരെല്ലാവരും കൂടി ഇങ്ങനെ വന്ന് ഇടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണവും ഉണ്ടാകും. കാരണമില്ലാതെ അവരൊന്നും വന്ന് ഇടിക്കാനായിട്ട് പോകുന്നില്ല. ഇയാളുടെ വായിൽ എപ്പോഴും കുരുത്തക്കേട് മാത്രമല്ലേ വരുള്ളൂ. അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അവരിടിക്കാനുള്ള കാരണം. ഇനിയിപ്പോൾ എന്നെ തന്നെ കുറ്റപ്പെടുത്തിക്കോടി നീ, ഇവളെയൊക്കെ ഞാനുണ്ടല്ലോ എന്ന് പറയണം. അപ്പോഴേക്കും അച്ഛൻ ചോദിക്കണം, മോനെ നീ സമാധാനപ്പെടും, നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകാം. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ടൊന്നും കാര്യമില്ല. അപ്പോഴേക്കും അമ്മ പറയണമെങ്കിൽ പിന്നെ നമുക്ക് പോലീസിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്താലോ എന്ന് ചോദിച്ചപ്പോഴേക്കും നീ ഇത് പറയാ, എന്താ നടന്നത് ഏതാ നടന്നതെന്നൊന്നും ഒരു പിടിയില്ല. അതിനു മുമ്പ് തന്നെ പോലീസിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ്. കണ്ടോ, അവൾക്ക് സമ്മതമല്ല പോലീസിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട്. കാരണം അവളുടെ മറ്റവനാണല്ലോ അവിടെ ഉള്ളത്. അപ്പം അതുകൊണ്ട് അതൊന്നും ഇഷ്ടമല്ല എന്നിങ്ങനെ പറയാണ്. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, അപ്പോൾ അവനൊക്കെ ജയിലിൽ കിടക്കട്ടെ, അതായിരിക്കും നല്ലത്. മോനെ നീ വാടാ, അവരുടെ വീട്ടിലേക്ക് പോകാം, അവരങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ചെല്ലുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ സുധീഷും അതേപോലെ തന്നെ സുഭാഷും ബാക്കി എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എല്ലാം കൂടി ഇറങ്ങി വരുന്നത്. അതായത് ഈ അഖിലിൻ്റെ അമ്മയും അച്ഛനും കൂടി വരികയാണ്, ഒരു കൗൺസിലറേയും കൂട്ടിക്കൊണ്ട്. അപ്പോൾ കൗൺസിലറേയും കൂട്ടിക്കൊണ്ട് നിന്നപ്പോഴേക്കും കൗൺസിലറേയും കൂട്ടിക്കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും നമുക്ക് രണ്ടും കൽപ്പിച്ചുകൊണ്ട് ചെല്ലണമല്ലോ. എടാ ഇങ്ങോട്ട് ഇറങ്ങി വാടാ, അവിടെ ഒളിച്ചിരിക്കാതെ, എൻ്റെ മോനെ എന്താണ് നീയൊക്കെ ചെയ്ത് കൂട്ടിയതെന്ന് ചോദിച്ചപ്പോഴേക്കും ഞങ്ങളൊന്നും ചെയ്തില്ല, അവൻ്റെ വായിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്തത്. അതെ, എൻ്റെ ഭാര്യയെ അനാവശ്യം പറഞ്ഞവനാണ് അവൻ. അപ്പോൾ ഞങ്ങളെന്താ കൈയും കെട്ടി നോക്കി നിൽക്കണോ? കൊടുക്കും അവനിട്ട്, ഇനിയും കൊടുക്കും അനാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ദേ വരുന്നു സുഭാഷിൻ്റെ അച്ഛൻ വരിക. സുഭാഷിൻ്റെ അച്ഛൻ വന്നിട്ട് എന്താ ഇവിടെ പ്രശ്നം, കൗൺസിലറെ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ മകൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയിരിക്കുന്നത്, എൻ്റെ മോനെ കിടന്ന് ഇഞ്ചപ്പരിവാക്കാനായിട്ട് അവൻ ആരാണ് അനുവാദം കൊടുത്തത് എന്ന് ചോദിക്കുകയാണ്. എൻ്റെ കൗൺസിലറെ നിങ്ങൾ എന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്നത്? എൻ്റെ വീട്ടിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനത് തീർത്തോളാം, നിങ്ങൾക്ക് വേറെ ഒരു കാര്യങ്ങളും തീർക്കാനില്ലേ? അപ്പുറത്തെ കോളനിയിൽ വെള്ളമില്ലാതായി എന്ന് പറഞ്ഞിട്ട് 4-5 ദിവസമായി. അതിന് വല്ല പരിഹാരം നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തോ? പിന്നെ പഞ്ചായത്തിൻ്റെ കിണർ പൊട്ടി. ആ കിണർ പൊട്ടിയത് പബ്ലിക് കിണറിലേക്കാണ്, സെപ്റ്റി ടാങ്ക് പൊട്ടിയിട്ട് പബ്ലിക് കിണറിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നിങ്ങളതെന്തെങ്കിലും ചെയ്തോ? അതൊന്നും ചെയ്തില്ല. അതൊന്നും ചെയ്യാതെ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ പ്രശ്നങ്ങളിൽ കയറി നിങ്ങൾ ഇടപെടാതെ ആദ്യം അത് പോയി പരിഹരിക്കുക. എടോ
എൻ്റെ പേപ്പർ പണി എന്താണെന്ന് എനിക്കറിയാം, അതെനിക്ക് നന്നായിട്ട് ചെയ്ത് തീർക്കാനും അറിയാം. നിൻ്റെ മക്കളെ നീയൊക്കെ നിലക്ക് നിർത്തടാ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ തുടങ്ങി പ്രശ്നങ്ങൾ. അപ്പോഴേക്കും ഈ അഖിലിൻ്റെ അമ്മ ഇങ്ങനെ പറയാണ്, ദേ നിങ്ങളെ മര്യാദയ്ക്ക് ജീവിച്ചോളണം, അല്ലെങ്കിലേ ദേ പണി പാളുകയെ, എൻ്റെ മോനോട് ചെയ്തതിനെല്ലാം ഞാൻ പകരം വീട്ടിരിക്കും, പോലീസിനെ വിളിക്കും എന്നൊക്കെ പറയാം. നിങ്ങൾ പോലീസിനെ പട്ടാളത്തിനെ ആരെ വേണമെങ്കിലും വിളിക്കുക, കുടുംബത്തിൽ താമസിക്കുന്ന എൻ്റെ മരുമകളെ പറഞ്ഞ് വെച്ച് അനാവശ്യം പറഞ്ഞ ഇവൻ്റെ കാരണം അടിച്ചു പോയേക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. എടാ സുധീഷേ, പോലീസ് വന്നാലേ നീ ഒരു കാര്യം കൂടി ചെയ്തേ, നമ്മളെ പിടിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഇവൻ്റെ കൈയും കാലും തല്ലി ഒടിച്ച് ഇഞ്ചപ്പരിവാക്കിയര്. അല്ല ഇനിയിപ്പോൾ ഇവന് കൈയും കാലും വെച്ച് നടക്കരുതെന്നേ, ഇവിടത്തെ കുട്ടി അനാവശ്യം പറഞ്ഞ ഇവന് ഇനി കാല് വേണ്ട, അവൻ നടക്കണ്ട കാല് വെച്ച് എന്ന് പറഞ്ഞപ്പോഴേക്ക് സുഭാഷിനൊക്കെ ഭയങ്കര സന്തോഷം തോന്നിക്കുക. അപ്പോൾ തന്തയും അനാവശ്യമായ രീതിയിൽ പറഞ്ഞപ്പോഴേക്കടാ എൻ്റെ വീടിൻ്റെ മുന്നിൽ കിടന്ന് വന്ന് അനാവശ്യം പറയാൻ നിൽക്കരുത്, വന്നു കഴിഞ്ഞാൽ നിൻ്റെ ചെപ്പക്കുറ്റടിച്ച് പൊളിക്കും ഞാൻ എന്നിങ്ങനെ പറയാം. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.